നമസ്കാരം. ACV സൂപ്പർ സോക്കർ പവേർഡ് ബൈ ഏഷ്യാനെറ്റ് കേബിൾ ഫൈബർ എൻ്റർപ്രൈസസ് ഈ ഫുട്ബോൾ വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. കളിയുടെ പൂർണ്ണമായ അവലോകനവുമായി എന്നോടൊപ്പം ഇന്നും സുദേശാണ് ചേരുന്നത്. സ്വാഗതം സുദേശ്. 4 കളികളുടെ അവലോകനം ഇന്നലെ നടന്ന ആദ്യം ചെക്ക് റിപ്പബ്ലിക് സൗത്ത് ആഫ്രിക്ക, ആ മത്സരത്തിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. മത്സരം ഇന്നലെ മെർസിഡസ് ബെൻസ് സ്റ്റേഡിയം അറ്റ്ലാന്റയിലാണ്, USA. അവിടെ നടന്ന മത്സരത്തിൽ ഈ ഫിഫ ലോകകപ്പിലെ 2026 ലോകകപ്പിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ കണ്ടു. അല്ലെങ്കിൽ കളിയുടെ 6-ാം മിനിറ്റിൽ സാർലിക് നേടിയ ഗോൾ ഈ ടൂർണമെൻറ്റിലെ ഇതുവരെയുള്ള ഏറ്റവും വേഗതയേറിയ ഗോൾ എന്ന് നമുക്ക് പറയാം. പക്ഷേ മത്സരം ഒരു ലോകകപ്പ് നിലവാരത്തിലേക്ക് ഉയർന്നോ എന്ന് പലരും നെറ്റിച്ചുളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും മാത്രം അഭിപ്രായമാവാൻ സാധ്യതയില്ല പൂർണ്ണമായും. എന്ന് വെച്ചാൽ ആദ്യത്തെ പകുതി തീർത്തും വിരസമായിരുന്നു. അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ കളി ഒരു ലോകകപ്പ് നിലവാരത്തിലേക്ക് ഉയർന്നോ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നു. പിന്നീട് നമ്മൾ കണ്ടത് 2-ാം പകുതിയിൽ ഒരല്പം ഉണർന്ന് കളിക്കുന്നു. തീർച്ചയായും നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ ഇവിടുത്തെ മാനേജേഴ്സും കോച്ചസുമൊക്കെ 2-ാം പകുതിയിൽ അവർ പുതിയ തന്ത്രം, ഒരു ബി പ്ലാൻ എന്ന് സുദേശ് വിശേഷിപ്പിച്ച ആ പ്ലാനുമായി അവർ ഇറങ്ങുന്നു. കളിയുടെ ഗതി മാറുന്നു. ചില നല്ല നിമിഷങ്ങൾ ഫുട്ബോളിൽ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ ഇന്നലെയും ലഭിച്ചു. ഇന്നലെ ലഭിച്ചത് പക്ഷേ ഒരു പെനാൾട്ടിയിലൂടെയായിരുന്നു. ഗോൾ മടക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു വിരസമായ 1-1 സമനില. എങ്ങനെ കാണുന്നു ഈ മത്സരം? നമുക്കറിയാം, ഇന്നലത്തെ മത്സരത്തിൻ്റെ പ്രത്യേകത ഈ ഗ്രൂപ്പിലെ ഗ്രൂപ്പിലെ ദുർബലരായ 2 ടീമുകളാണ്, ചെക്കും സൗത്ത് ആഫ്രിക്കയും. സൗത്ത് ആഫ്രിക്ക ആദ്യ മത്സരത്തിൽ തന്നെ വളരെ നിരാശപ്പെടുത്തിയിരുന്നു. തീർത്തും നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. മെക്സിക്കോയ്ക്കെതിരെ അവർക്ക് ഒരു തരത്തിലും ആഫ്രിക്കയിലെ വളരെ ടൈറ്റായ ക്വാളിഫയിങ് മത്സരങ്ങൾ കളിച്ച് അതിൽ ഭേദപ്പെട്ട പ്രകടനം കൂടെ കാഴ്ചവെച്ച് വരുന്ന ടീമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരുപാട് കാലത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് അവർ ലോകകപ്പ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നമ്മൾ സഭാകമ്പം എന്നൊക്കെ പറയുന്ന പോലുള്ളൊരു സ്ഥിതിയാണെന്ന് തോന്നുന്നു പുതിയ പ്ലേയേഴ്സിന്. അവർ ഈ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ പോലും അത് തുടർന്നു. പക്ഷേ 2-ാം പകുതിയിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഭേദപ്പെട്ട് കളിക്കാൻ അവർ ശ്രമിച്ചു. ഇവിടെ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ മത്സരം വിരസമാക്കിയത് ചെക്ക് നേടിയ ആദ്യ ഗോളാണ്. അതുവരെ ചെക്ക് നന്നായിട്ട് കളിച്ചു. പക്ഷേ സ്വാഭാവികമായിട്ടും ആ ടീമുകളൊക്കെ, നമുക്കൊരു സ്കാൻഡിനേവിയൻ അല്ലെങ്കിൽ ആ ഭാഗത്തുള്ള ടീമുകളൊക്കെ കളിക്കുന്ന ഒരു ശൈലി അറിയാം. എല്ലാവരും ചെക്ക്, നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞു. പോളണ്ടിനെ പോലുള്ള ടീമുകളായാലും ചെക്ക് റിപ്പബ്ലിക് ആയാലും നോർവേ ആയാലും എല്ലാവരും കളിക്കുന്നത് ഒരു ഫിസിക്കൽ ഗെയിമാണ് കളിക്കുക. അത് ഫിസിക്കലി അവർക്ക് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗോൾ നേടിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലേക്ക് വലിയുക, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പ്രതിരോധിച്ച് നിന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. അതാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ട് തന്നെ ഹാലൻഡിനെ പോലുള്ള ഫോർവേഡ്സ് അതുകൊണ്ടാണ് അവിടെ നിന്ന് വളരെ അപൂർവമായിട്ടാണെങ്കിലും വരുന്നത്. ലെവൻഡോവ്സ്കി പോളണ്ടിൽ നിന്ന് വരുന്നു, ഹാലൻഡ് വരുന്നു. ഇപ്പോഴും അവർക്ക് അത്തരം ഒരു സ്ട്രൈക്കർ ആവശ്യമുണ്ട്. അത് കൗണ്ടർ അറ്റാക്കിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രൈക്കറെ മാത്രം മുന്നിൽ നിർത്തി കളിക്കുന്ന ഒരു ശൈലി അവർ തുടരുന്നുണ്ട്. ഇവിടെ താങ്കൾ പറഞ്ഞ മാതിരി അതിവേഗ ഗോൾ നേടുന്നു. സ്വാഭാവികമായിട്ടും അവർ പ്രതിരോധത്തിലേക്ക് പോകുന്നു. പിന്നീട് 2-ാം പകുതിയിലാണ് സൗത്ത് ആഫ്രിക്ക ഒന്ന് ഉണർന്ന് തിരിച്ചടിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അത് ഫലം കണ്ടു. മത്സരത്തിൻ്റെ ഇതുപോലെ തന്നെ വിരസമായ മത്സരം തുല്യതയിൽ അവസാനിച്ചു. പക്ഷേ ഓർമ്മിക്കാൻ നമുക്ക് ഒന്നും നൽകാത്ത ഒരു ലോക മത്സരം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഫുട്ബോളിലൊരു നഷ്ടമല്ലേ സുദേശ്? തീർച്ചയായിട്ടും. ഞാൻ നമ്മൾ ചർച്ച തുടങ്ങിയ ആദ്യത്തെ ദിവസം പറഞ്ഞു, 48 ടീമുകൾ. ഫിഫ അത് നടപ്പാക്കുന്നതെന്ന് വെച്ചാൽ കൂടുതൽ പേരിലേക്ക് ഫുട്ബോളിൻ്റെ ഒരു പ്രചാരവും ഈ ലോകകപ്പിൻ്റെ ആവേശത്തിലേക്ക് കൂടുതൽ ടീമുകളെ കൊണ്ടുവന്ന് ആ രാജ്യങ്ങളിൽ കൂടുതൽ ഫുട്ബോളിന് വളർച്ചയുണ്ടാക്കുക, ഉയർച്ചയുണ്ടാക്കുക എന്നൊരു വലിയ 25 അല്ലെങ്കിൽ 50 വർഷം മുന്നിൽ കണ്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഫിഫ 48 ടീമുകളെ ഉൾപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും ലോകകപ്പ് പോലെ ഇത്ര നീണ്ടൊരു മത്സരങ്ങൾ, ഇത്രയും നീളുന്ന ഒരു ടൂർണമെൻറ്റ് സ്വാഭാവികമായിട്ടും പലതരത്തിലും ചില ഘട്ടത്തിൽ വിരസമാവാനോ അല്ലെങ്കിൽ ആളുകളെ ബോറടിപ്പിക്കാനുള്ള ഒരു സാധ്യത പോലും ഈ പുതിയ കാലത്തുണ്ട്. വേഗതയുടെ കാലമാണ്. എല്ലാം 2020 ക്രിക്കറ്റിൻ്റെ കാലമാണ്. പല മത്സരങ്ങളും പല രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇത്തരം ടീമുകൾ വന്നാലുള്ള ഒരു പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ഫിഫ ലക്ഷ്യമിടുന്നത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക പോലുള്ള ടീമുകൾ അല്ലെങ്കിൽ കേപ്പ് വെർദെയും
അതുപോലുള്ള ടീമുകൾ അവിടെയെല്ലാം കൂടുതലായി ഫുട്ബോൾ പ്രചരിക്കണം. ആഫ്രിക്കയിലായാലും ഏഷ്യയിലായാലും അവിടെയാണ് ഏറ്റവും വലിയ മാർക്കറ്റ് കാണുന്നത്. കൂടുതൽ ജനസംഖ്യ അവിടെയാണ്. യൂറോപ്പിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും ഫിഫയ്ക്ക് വളരുന്നതിന് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിന് ഒരു പരിധിയുണ്ട്. ഏഷ്യയും ആഫ്രിക്കയും തന്നെയാണ് അവരുടെ വലിയ സാധ്യത കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ടീമുകളെ കൂടുതൽ ഉൾപ്പെടുത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം വിരസമായ മത്സരങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതിന് വിപരീതമായിരുന്നു രണ്ടാമത്തെ മത്സരം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആദ്യത്തെ മത്സരം 12:30-ക്കുള്ള മത്സരം. ആ മത്സരത്തിൽ 5 ഗോളുകളാണ് പിറന്നത്. അതായത് അവിടെയും ആദ്യ പകുതിയിൽ ഗോളൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സ്വിറ്റ്സർലൻഡ് ബോസ്നിയ മത്സരമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സ്വിറ്റ്സർലൻഡ് യൂറോപ്പിലെ തങ്ങളുടെ മികച്ച ശൈലി പുറത്തെടുത്ത് കളിച്ച ഒരു മത്സരം ആയിരുന്നു. ഭൂരിഭാഗം സമയവും ബോസ്നിയയുടെ ഹാഫിൽ തന്നെയായിരുന്നു കളി നടന്നത്. പക്ഷേ എന്നിട്ടും ആദ്യ പകുതിയിൽ ഗോൾ നേടാൻ സ്വിറ്റ്സർലൻഡിന് കഴിഞ്ഞില്ല. പക്ഷേ സ്വിസ് ഒരു വലിയ തിരിച്ചുവരവ് ഇന്നലെയും നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ രണ്ടാം പകുതിയിൽ എത്തുന്നു. ആ സബ്സ്റ്റിറ്റ്യൂഷനുകളോടുകൂടി അവർ ഉണർന്ന് കളിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ സ്കോർ ചെയ്യുന്നു. 4-1 മത്സരം ജയിക്കുന്നു. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഫുട്ബോളിൽ എല്ലാവരും കാത്തിരിക്കുന്നത് ഗോൾ. തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ആവേശം ഇന്നലെ കാത്തു സൂക്ഷിച്ചു സ്വിസ് അവസാനം. മത്സരം നല്ല ചടുലമായ നീക്കത്തോടു കൂടിയുള്ള പല നീക്കങ്ങളും നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് ഈ മൻസാംബി എന്ന താരം കളം നിറഞ്ഞ് ഇന്നലെ കളിക്കുന്ന കാഴ്ച അല്ലേ? പൊതുവേ സ്വിസിൻ്റെ പ്രകടനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായും ഇന്നലത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത 4 മത്സരങ്ങളിൽ നിന്ന് 15 ഗോളുകളുണ്ടായ ഒരു ദിവസമാണ്. അപ്പോൾ ആ ദിവസം ഈ മത്സരം ശരിക്കും അതിശയിപ്പിച്ചു. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ചെക്കിനെ പോലെ സെർബിയയെ പോലെ ഇത്തരത്തിലൊരു പാറ്റേണിൽ കളിക്കുന്ന ടീമാണ് ബോസ്നിയ ഹെർസഗോവിന. ഇറ്റലിയെ പോലുള്ളൊരു ടീമിനെ ക്വാളിഫയിങ് റൗണ്ടിൽ പിടിച്ചു കെട്ടിയിട്ടാണ് അവർ വരുന്നത്. അതെ, മറികടന്നിട്ടാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് നല്ലൊരു പ്രകടനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് നമ്മളെന്നും പറയുന്ന പോലെ ഒരു ശരാശരി ടീമാണ് എല്ലാ കാലത്തും. പക്ഷേ അവർക്ക് പലപ്പോഴും അവരുടെ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ച് കളിക്കുന്നതെന്ന് സംശയമാണ്. എന്ന് വെച്ചാൽ ഒരു ആത്മവിശ്വാസക്കുറവ് എവിടെയൊക്കെ കണ്ടിരുന്നു. ഇന്നലത്തെ മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ അത് ദൃശ്യമായിരുന്നു. സ്വാഭാവികമായിട്ടും ബോസ്നിയയുടെ പ്രതിരോധം ആ പ്രതിരോധ തന്ത്രം വിജയിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. സ്വിസ് ഗോൾ കണ്ടെത്താൻ വിഷമിക്കുന്നു നമ്മൾ കണ്ടു. എന്നാൽ മൻസാംബി എന്ന താരം 73-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വരികയാണ്. ഒപ്പം തന്നെ വർഗാസ് എന്ന് പറഞ്ഞ പ്ലെയർ. ഇവർ രണ്ടുപേരും അത് വരുന്നതോടുകൂടി ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് അല്ലെങ്കിൽ ആ ഒരു അഗ്രസീവ്നെസ്സാണ് സ്വാഭാവികമായിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിന് കാണാത്തത്. ഇപ്പോൾ സാക്ക എന്ന് പറയുന്ന ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ അവർ ഇംഗ്ലീഷുകാരായ പ്ലെയേഴ്സ് അവരൊരു പൊതുവെ ഒരു അച്ചടക്കത്തിൽ നമ്മൾ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുന്നു, വലിയ പ്ലെയേഴ്സ് വരും, അവർക്കൊരു പരിധിക്കപ്പുറം ഉയരാൻ കഴിയാറില്ല. ഒരു തവണ ലോകകപ്പ് നേടി ഇംഗ്ലണ്ട് എന്നുള്ളത് സംബന്ധിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വർഗാസിൻ്റെയും മൻസാംബിയുടെയും പ്രത്യേകത കുറച്ചുകൂടെ അഗ്രസീവായി കളിക്കുന്ന പ്ലെയേഴ്സാണ്. ഇവർ വന്നതോടുകൂടി വലിയ മാറ്റമാണ് സ്വിസിൻ്റെ. അതോടുകൂടി ബോസ്നിയയുടെ പ്രതിരോധം ചെതറിപ്പോകുന്നതാണ്. മൻസാംബി ആണ് 20-കാരനായ മൻസാംബി ലോകം കാത്തിരിക്കുന്നു. ഈ ലോകകപ്പോടുകൂടി ഏതെങ്കിലും വമ്പൻ ക്ലബ്ബുകൾ അദ്ദേഹത്തെ റാഞ്ചുമെന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള എന്തുകൊണ്ടാണെന്നല്ല അദ്ദേഹത്തിൻ്റെ ഓരോ ടച്ചും വളരെ ക്ലാസ്, ഒരു ഫുട്ബോളറുടെ എല്ലാ ക്ലാസ്സും വെളിവാക്കുന്ന ഒരു പ്രകടനമായിരുന്നു. 2 ഗോൾ നേടിയെന്ന് മാത്രമല്ല, ഒരു ഗോളിന് അവസരമൊരുക്കുന്നു, ഒരു നിർണായകമായ ഫ്രീ കിക്ക് നേടിയെടുക്കുന്നു, അങ്ങനെ എല്ലാ തരത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അല്ല, ഒരു സമയത്ത് ഈ 9-ാം നമ്പറുകാരനെയാണ് നമ്മൾ കാണുന്നത് മുഴുവൻ. അദ്ദേഹം അപ്പുറത്തെ സൈഡിൽ പോകുന്നു, ഈ സൈഡിലോട്ട് വരുന്നു. അതാണ് നമുക്ക് ഒരു പ്രതിഭാശാലിയായ ഫുട്ബോളറുടെ ഒരു പ്രസൻസ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിലും ബോഡി ആ ഒരു 20-കാരൻ്റെ ഒരു പക്വതക്കുറവൊന്നുമല്ല അവിടെ കാണുന്നത്. കളത്തിൽ ആ പക്വതയുള്ള ഒരു താരമായിട്ട് മറ്റുള്ളവരെയൊക്കെ കവിച്ച് ആ ഓരോ മൂവ്മെൻറ്റും നമുക്ക് മനസ്സിലാവും. അതൊരു പ്രതിഭയുടെ ഒരു ചലനം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് അവർ. ഒപ്പം തന്നെ വർഗാസിനെയും പറയണം. ലെഫ്റ്റ് വിങ്ങിൽ വർഗാസ് നല്ല മൂവ്മെൻറ്റ് നടത്തുന്നു. മൻസാംബിയിൽ നിന്നും ബോളുകൾ വാങ്ങി വർഗാസാണ് ഒരു ഗോൾ സ്കോർ ചെയ്യുന്നത്. പിന്നെ എനിക്കൊരു ചെറിയ പ്രയാസം തോന്നിയത് മൻസാംബി അത്രയും ഫോമിൽ കളിച്ചു, പക്ഷേ അവസാനം ഇഞ്ചുറി ടൈമിൽ ഒരു പെനാൽറ്റി കിട്ടിയപ്പോൾ സാക്ക തന്നെ എടുക്കുകയാണ് ക്യാപ്റ്റൻ. പക്ഷേ മൻസാംബിക്ക് ഹാട്രിക് ചാൻസാണ്. പക്ഷേ ഞാനതിനെ വേറെ കാണാനില്ല, നമ്മളൊരു ഇമോഷണലി കാണുമ്പോഴാണ് അത് പ്രശ്നം. പക്ഷേ മറ്റേന്താണെന്ന് വെച്ചാൽ ഗോൾ ആവറേജ് നിർണായകമായിരിക്കും ഈ ഗ്രൂപ്പിൽ സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ ഒരു ഗോൾ കൂടെ നേടി ഒരു അഡ്വാൻറ്റേജ്. സാക്ക എക്സ്പീരിയൻസ്ഡ് പ്ലെയറാണ്, അദ്ദേഹം അത് സ്കോർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അത് തന്നെയാണ്. സാക്ക തന്നെയായിരിക്കും അത് കൂടുതൽ പെനാൽറ്റി പ്രാക്ടീസ് ചെയ്തിരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുക്കുന്നു, അത് ലക്ഷ്യത്തിലെത്തിക്കുന്നു. അത് പൂർണ്ണമായിട്ടും പിന്നീട് സെക്കൻഡ് ഹാഫിൽ സ്വിറ്റ്സർലൻഡ്
കൈയടക്കുന്ന ഒരു മത്സരമാണ് നമ്മൾ കണ്ടത്. ഇന്നലെ ആ മത്സരത്തിലും നമ്മളൊരു റെഡ് കാർഡ് കണ്ടു അല്ലേ? 10 പേരിൽ ചുരുങ്ങി കളിക്കേണ്ടി വന്നു ബോസ്നിയയ്ക്ക്. അതെ, പക്ഷെ ആ സമയത്താണ് ബോസ്നിയ ഗോളടിക്കുന്നത്. അതെ, അത് ഞാൻ മനസ്സിലാക്കുന്നത് ഫിഫയുടെ റൂൾസ് കുറച്ചുകൂടെ ഒന്നുകൂടെ കടുപ്പിച്ചു. എന്താണെന്ന് വെച്ചാൽ ഒരു ഗോള് ഏകദേശം ഷുവറായൊരു നീക്കം, അപ്പോൾ അതിനെയാണ് ഫൗൾ ചെയ്ത്, അപ്പോൾ അതെ പുറകിൽ നിന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ വേറെ മത്സരത്തിൽ നമ്മൾ അടുത്ത മത്സരത്തിലും അതുപോലെ തന്നെ കണ്ടു. അപ്പോൾ ഈ രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആവുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത്. തൊട്ടടുത്ത മത്സരം ഖത്തറും കാനഡയും തമ്മിലായിരുന്നു. ഖത്തറും കാനഡയിൽ തമ്മിലുള്ളത് നമ്മൾ നേരത്തെ ഖത്തറിനെ കുറിച്ച് പറഞ്ഞതാണ്. ശരിക്കും നമ്മുടെ മലയാളിയെ കാണാൻ പറ്റിയില്ല ഇന്നലെ. ഇനി കാനഡയും ഖത്തറും തമ്മിലുള്ള മത്സരത്തിൽ ശരിക്കും ഒരു വൻപൻ സ്കോർ 6-0 കാനഡ ജയിക്കുന്നു. പക്ഷേ ഞാൻ കളി കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകം തോന്നിയ സുദേശ്, ഒരു ഹാഫേ കളിക്കുള്ളൂ എന്നാണ്. പിന്നെ മുഴുവൻ കളിയും അല്ലേ ഖത്തറിൻ്റെ ഹാഫിൽ നടക്കുന്നു. ഖത്തർ പരുക്കൻ അടവുകൾ പുറത്തെടുക്കുന്നു. അതിനുള്ള പ്രതിഫലം അവർ മേടിക്കുകയും ചെയ്തു. 2 പേരാണ് ഇന്നലെ ചുവന്ന കാർഡ് കണ്ട് പുറത്തായത്. ശരിക്കും കളിയിലെ ചില നിമിഷങ്ങളിൽ കുറേ നേരം റഫറിക്കും അസിസ്റ്റന്റ് റഫറിക്കും എല്ലാവർക്കും ഇടപെടേണ്ടി വന്ന പണിയാണ്. അതെ, പിടിപ്പത് പണിയായിട്ട് കണ്ടു ഒഫീഷ്യൽസിന്. എങ്ങനെയാണ് ആ മത്സരത്തെ വിലയിരുത്തുന്നത്? അതിൽ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഈ എക്സ്പീരിയൻസും വലിയ മത്സരങ്ങൾ കളിച്ച് പരിചയമില്ലാത്തവരും തമ്മിലുള്ളൊരു മത്സരം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം. ഇപ്പോൾ ഡേവിഡിനെ പോലുള്ള താരങ്ങൾ കളിക്കുന്ന കാനഡ ടീം യൂറോപ്പിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്, ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന പ്ലേയേഴ്സാണ്. അവർ വലിയ രാജ്യങ്ങളുമായിട്ട് നിരന്തരം കളിക്കുന്നവരാണ്. ആ നിലയ്ക്ക് ഉള്ളൊരു എക്സ്പീരിയൻസ്, അവരുടെ ഒരു യൂറോപ്പിലെ പരിചയം, വലിയ മത്സരങ്ങളിലെ പരിചയം, ഇതൊന്നും ഇല്ലാതിരിക്കുന്ന ടീമാണ് ഖത്തർ. ഖത്തറിലെ ടീമിൽ അവരുടെ നാട്ടിലെ ക്ലബ് ഫുട്ബോൾ കളിക്കുന്ന താരങ്ങളാണ് മുഴുവൻ പേരും. ലോകകപ്പ് നടന്നു, ഫിഫ ഖത്തർ പോലുള്ള സ്ഥലത്ത് ലോകകപ്പ് നടത്തി. ഇത്തവണ അവർ ക്വാളിഫയിങ് റൗണ്ട് കടന്നിട്ടാണ് ഖത്തർ വരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. കഴിഞ്ഞ ഹോസ്റ്റായിട്ട് കളിച്ചു, പക്ഷേ ഇത്തവണ ക്വാളിഫയിങ് റൗണ്ട് അതിൻ്റെ ആ ഹോസ്റ്റായതിൻ്റെ ഒരു മെച്ചം അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അവരുടെ ഖത്തർ കളിച്ചു നേടിയ അതെ, അവരുടെ ക്ലബ് ഫുട്ബോൾ ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ്. ലോകകപ്പ് നടത്തിയതോടുകൂടി അവരുടെ ക്ലബ് ഫുട്ബോളിന് വളർച്ച ഉണ്ടാകുന്നു. ധാരാളം പണം ആ മേഖലയിലേക്ക്, ഫുട്ബോളിലേക്ക് ഖത്തർ മറ്റും ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പോരാ ലോകകപ്പ് പോലുള്ള വേദികളിൽ. നേരത്തെ നമ്മൾ ആദ്യം സൗത്ത് ആഫ്രിക്കയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണത്. കുറച്ചുകൂടെ ഒന്ന് മൂക്കാനുണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. ഇത്തരം ലോകവേദികളിൽ കളിക്കാൻ അതെ കുറച്ചുകൂടെ ഒന്ന് പരിചയസമ്പത്ത് നേടിയാൽ മാത്രമാണ്. ഇപ്പോൾ ഖത്തർ പോലുള്ള ടീമുകൾക്ക്, സൗത്ത് ആഫ്രിക്ക പോലുള്ള ടീമുകൾക്ക് അതിൻ്റെ അഭാവമാണ് ഇത്രയധികം ഗോളുകൾ വാങ്ങുന്നത്. അതാണ് മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട്. പല ദുർബലരായ ടീമുകളുണ്ട്. കേപ്പ് വെർദെ കളിച്ചത് നമ്മൾ കണ്ടു. സ്പെയിനെ പോലുള്ളവരെ സമനിലയിൽ പിടിക്കുന്നു. പക്ഷേ ഇവിടെ ഖത്തറൊക്കെ ഇനിയും വളരാനിരിക്കുന്നു. അതാണ് 48 ടീമുകൾ ഉൾപ്പെടുത്തുമ്പോഴുള്ള ഒരു പ്രശ്നം കൂടിയാണിത്. മത്സരം ആ ടീമിനെ മോശക്കാരായി കാണുകയല്ല. ആദ്യ മത്സരത്തിൽ ബോസ്നിയയെ സമനിലയിൽ പിടിച്ച ടീമാണ്. ഖത്തർ അതിഗംഭീരമായിട്ട് കളിച്ചു. അപ്പോൾ ആ നിലയ്ക്ക് ആരെയും കുറച്ച് കാണുകയല്ല. പക്ഷേ വലിയ വേദികളിൽ തുടർച്ചയായ മത്സരങ്ങളിൽ ഫോം നിലനിർത്തണമെങ്കിൽ അത് കുറച്ചുകൂടെ സാങ്കേതികമായിട്ടുള്ളൊരു മികവ്, മത്സര പരിചയം, നല്ല വലിയ ലീഗുകളിൽ കളിക്കുന്ന താരങ്ങൾ എന്നിവരെല്ലാം ആവശ്യമാണെന്നാണ് ഇന്നത്തെ മത്സരം തെളിയിച്ചത്. അതുപോലെ തന്നെ വാർ ഇന്നലെ ഇടപെട്ട ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ കണ്ടു. പെനാൾട്ടി ചെക്ക്, അതുപോലെ തന്നെ റെഡ് കാർഡിന് ചെക്ക് എല്ലാം വന്ന് റൂൾ ശരിക്കും കടുക്കുന്നതോടുകൂടി കളിയുടെ ഗതി തന്നെ നമ്മൾ മാറ്റിമറിക്കുന്നു. ഇന്നലെ 23-ാം നമ്പർ താരത്തിന് റെഡ് കാർഡ് കിട്ടിയത്, അതായത് മാഡിബോയ്ക്ക് റെഡ് കാർഡ് കിട്ടിയത് എത്ര സമയം അത് വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുള്ളതാണ്. നമ്മളൊരു കളിക്കിടയിൽ ഇത്രയും സമയം, അതൊരു കടുത്ത ഫൗളും കൂടെ ആയിരുന്നു. സ്വാഭാവികമായിട്ടും അതൊരു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആദ്യത്തെ ഫൗള് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഫൗൾ രക്ഷപ്പെടുത്താൻ ഒരു ഗോൾ ഇല്ലാതെ. രണ്ടാമത്തേത് കുറച്ചുകൂടെ കടുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ആലോചിച്ചെടുത്ത തീരുമാനമാണെങ്കിലും അത് ശരിയായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് തീർച്ചയായിട്ടും. എന്തായാലും ഒരു യങ് പ്ലെയർ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്ന കാഴ്ച കണ്ടതാണ് കാനഡ ഖത്തർ മത്സരത്തിൽ. കാനഡ ഗംഭീരമായി, ഗോള് ആണ് ഏറ്റവും വലുത്, അത് അവസാന നിർണായകമാകും എന്നുള്ള ധാരണയോടുകൂടി അവർ കളിച്ചു. കിട്ടിയ അവസരങ്ങൾ മുഴുവൻ അവർ മുതലാക്കി. എനിക്ക് തോന്നുന്നു അവസാന വിസിൽ തീരുമ്പോൾ പോലും ഒരു ഗോളിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ആ മത്സരം അവസാനിക്കുന്നത്. അങ്ങനെ കാനഡ ഖത്തർ മത്സരത്തിൽ കാനഡ 6-0 മത്സരം സ്വന്തമാക്കിയത്. അവസാന മത്സരത്തിൽ രാവിലെ നടന്ന മത്സരം മെക്സിക്കോ സൗത്ത് കൊറിയ തമ്മിലായിരുന്നു. മത്സരം ശരിക്കും ഒരു സമനിലയിലേക്ക് പോകുന്ന ഒരു പ്രതീതിയൊക്കെ ഉണ്ടായെങ്കിലും മെക്സിക്കോ അവസാനം 3 പോയിൻ്റ് സ്വന്തമാക്കുന്ന ഒരു കാഴ്ച.
പക്ഷേ കളം നിറച്ച് മെക്സിക്കോ കളിച്ചു ഇല്ലെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. ഒരു ആഫ്രിക്കൻ കരുത്ത് മെക്സിക്കോ തീർച്ചയായിട്ടും കാണിച്ചു. ഈ മെക്സിക്കോയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഈ ലോകകപ്പിൽ? തീർച്ചയായും ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ മത്സരത്തിൽ ഏകദേശം തുല്യ ശക്തികളുടെ പോരാട്ടം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് ടീമും വളരെ ആവേശത്തോട് കൂടി കളിക്കുന്ന ടീമുകളാണ്. നമ്മൾ എല്ലാ കാലത്തും കണ്ടിട്ടുണ്ട്. മെക്സിക്കോ 86 വേൾഡ് കപ്പിൽ സെമിയിലെത്തിയ മെക്സിക്കോ ആണ് അവരുടെ. അത്തരത്തിൽ എന്നും ആവേശത്തോടെ കളിക്കുന്ന ചില ടീമാണ്. ഇപ്പം അവർ ആ മേഖലയിൽ നിന്നും എല്ലാ കാലത്തും വലിയ പ്രതാപികളുടെ ഇടയിൽ നിന്നും ഭേദപ്പെട്ട രീതിയിൽ കളിച്ചു വരുന്ന ഒരു ടീമാണ്. സൗത്ത് കൊറിയ കഴിഞ്ഞ തുടർച്ചയായ ലോകകപ്പുകൾ കളിക്കുന്ന ഏഷ്യയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്. സൗത്ത് കൊറിയയും അതേ നിലയ്ക്ക് തന്നെ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലെത്തി ഏവരെയും ഞെട്ടിച്ച ഒരു ടീമാണ്. അപ്പോൾ ഈ ടീമുകൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു തുല്യത തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സൗത്ത് കൊറിയയുടെ ദക്ഷിണ കൊറിയയുടെ ഒരു ആവേശത്തെ ഒരു നല്ല ടാക്ടിക്സ് കൊണ്ടാണ് ശരിക്കും പിടിച്ചു കിട്ടിയത് മെക്സിക്കോ. എന്താണെന്ന് വെച്ചാൽ ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നു, അവർക്ക് അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും ഉണ്ട്, കാണികൾ അവർക്ക് വേണ്ടി ആർത്ത് വിളിക്കുന്നു. ആ സാഹചര്യത്തിൽ ആ സമ്മർദ്ദം അതിജീവിച്ച് സൗത്ത് കൊറിയയുടെ സ്പീഡ് ഫുട്ബോളിനെ വളരെ മധ്യനിരയിൽ വെച്ച് തന്നെ തടയാനും ഒപ്പം തന്നെ നല്ല രീതിയിൽ പ്രതിരോധത്തെ നിർത്താനും അവർക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൗത്ത് കൊറിയയ്ക്ക് പലപ്പോഴും ആ ആവേശം പലപ്പോഴും ഒരു ഗോൾ ചാൻസിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ഒരു നല്ലൊരു അവസരം ഉണ്ടായിരുന്നു, അത് മെക്സിക്കൻ ഗോളി അതിഗംഭീരമായിട്ട് അദ്ദേഹത്തിൻ്റെ സേവിലൂടെ രക്ഷപ്പെടുന്ന നമ്മൾ കണ്ടു. അപ്പോൾ മാത്രമാണ് മെക്സിക്കോ ഒന്ന് പിഴച്ചു, അല്ലെങ്കിൽ അവരുടെ പ്രതിരോധം അവരുടെ കളിതന്ത്രം പിഴച്ചു പോയി നമുക്ക് തോന്നുന്നത്. പക്ഷേ വളരെ ആലോചിച്ചുറപ്പിച്ച് ആദ്യത്തെ മത്സരം ജയിച്ചതാണ്. ഈ ലോകകപ്പിൽ ആദ്യമായിട്ട് ക്വാളിഫൈ ചെയ്യുകയാണ്, നോക്കൗട്ട് റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നൊരു ടീമാണ്. 6 പോയിൻ്റ് ഉറപ്പിച്ചിരിക്കുന്നു. അവർ കളിച്ച 2 മത്സരത്തിലും ഗോളും നേടിയിരിക്കുന്നു ആദ്യമായിട്ട്. പക്ഷേ കൊറിയയ്ക്ക് ചാൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ നമ്മൾ പറയുന്നു ബോസ്നിയയും സൗത്ത് ആഫ്രിക്കയും ഏകദേശം പുറത്തായ നിലയിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സമനിലയാവുന്നു, ഒരാൾ തോൽവി വഴങ്ങി. ഇന്ന് അവർ വീണ്ടും സമനില. ഇന്ന് ജയിക്കുമായിരുന്നെങ്കിൽ മാത്രമാണ് അവർക്ക് ഒരാൾക്ക് ചാൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ആരായിരിക്കും രണ്ടാമത് എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇനി ഒന്നാമതും രണ്ടാമതും ആവാനുള്ള ഒരു മത്സരം മാത്രമേ ഇനി ഈ ഗ്രൂപ്പിൽ അവശേഷിക്കുന്നുള്ളൂ. ഇന്നത്തെ മത്സരത്തിൽ പറയാൻ ഗംഭീരമായിട്ട് ഇരു ടീമുകളും കളിച്ചു. കളി കാണുന്നവർക്ക്, ആസ്വാദകർക്ക് വളരെ ആകർഷകമായി തോന്നുന്ന ഒരു മത്സരം തന്നെയായിരുന്നു. അത് പറയാതെ വയ്യ. അല്ല, പൊതുവെ മെക്സിക്കോ അതെ, ഒരു നിമിഷം പോലും നമുക്ക് അവസരം തന്നില്ല. പക്ഷേ ഞാൻ അവിടെയാണ് പറഞ്ഞത്, കുറേ കൂടി വേഗത്തിൽ കളിച്ചതും കൂടുതൽ നേരം പന്ത് കൈവശം വെച്ചതും കൊറിയയായിരുന്നു. പക്ഷേ അതിന് തന്ത്രങ്ങൾ കൊണ്ടാണ് മെക്സിക്കോ, അവരുടെ പരിചയസമ്പത്തും നല്ല തന്ത്രങ്ങളും പിന്നെ ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജൊക്കെ വെച്ചാണ് പ്രതിരോധിച്ചത്. അത് വിജയം കണ്ടു. വലിയൊരു വിജയമല്ല, അവർക്ക് വേണ്ടിയിരുന്നത് 3 പോയിൻ്റാണ് ഇന്നത്തെ മത്സരത്തിൽ. തീർച്ചയായിട്ടും കൊറിയയ്ക്കെതിരെ തോൽക്കാതിരിക്കുകയും പോയിൻ്റ് നേടാൻ കഴിയുമെങ്കിൽ അതായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. അതവർക്ക് നേടാൻ കഴിഞ്ഞു. അപ്പോൾ അവരുടെ തന്ത്രം വിജയിച്ചു എന്നാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അതിന് അഹമ്പടിയായി റോമോയുടെ ഗോൾ. അതെ, ഗോളും തീർച്ചയായിട്ടും. ഇനി ഇന്നത്തെ മത്സരങ്ങളിലേക്ക് കൂടെ ഒന്ന് നമുക്ക് പോവേണ്ടതുണ്ട്. ഇന്ന് മത്സരം അമേരിക്ക ഓസ്ട്രേലിയ തമ്മിലാണ് ആദ്യത്തെ 12:30. തൊട്ടടുത്ത് 3:30 സ്കോട്ട്ലൻഡും മൊറോക്കോ. ഞാൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ് പറയുന്നത്. അതിനുശേഷം ബ്രസീൽ ഇന്ന് രണ്ടാമത്തെ മത്സരത്തിന് ഇറങ്ങുന്നു ഹെയ്ത്തിയുമായിട്ട്. വളരെ നിർണായക മത്സരമാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തുർക്കി പരാഗ്വേയുമായി 8:30 മണിക്ക്. ശേഷം രാത്രി 10:00 നെതർലൻഡ്സ് സ്വീഡനെയും നേരിടും. ഈ 4 മത്സരങ്ങളാണ്. ഇതിൽ ശരിക്കും ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത് ബ്രസീൽ ഹെയ്ത്തി മത്സരം തന്നെയായിരിക്കും. ഒന്ന്, ജയിച്ചാൽ മാത്രം പോരാ, സ്കോർ ചെയ്യണം. അവിടെയാണ് ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിന് ഇന്ന് നെയ്മർ കളിക്കുമോ? പിന്നെ ബാക്കിയുള്ള താരങ്ങളെയെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നെയ്മർ കൂടെ കാണാനുണ്ട്. എംബാപ്പയെ നമ്മൾ കണ്ടു. മെസ്സി ഹാട്രിക്കോടുകൂടി വരവറിയിച്ചു. അതുപോലെ തന്നെ ഹാരി കെയ്നെ പോലുള്ള പ്രഗത്ഭരായ ഫുട്ബോളേഴ്സ് വന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോകുന്ന പോർച്ചുഗലിൻ്റെ താരത്തെയും നമ്മൾ കണ്ടു. ഇനി കാണാനിരിക്കുന്നത് നെയ്മറാണ്. ഇന്നത്തെ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കാണാൻ പറ്റുമോ? ഒരു ചോദ്യം അതാണ്. അതിന് മുൻപായിട്ട് തന്നെ ഇന്ന് അമേരിക്ക തങ്ങളുടെ സ്വന്തം നാട്ടിൽ ഓസ്ട്രേലിയയെ നേരിടുന്നു. ശരിക്കും അടുത്തടുത്തുള്ളവർ തമ്മിലുള്ള ഒരു ഗംഭീര മത്സരം. എല്ലാ മത്സരങ്ങളുടെയും ഒന്ന് സ്പർശിച്ചു പോവുക. അമേരിക്ക ഓസ്ട്രേലിയ മത്സരം ആ ഗ്രൂപ്പിൽ ആദ്യം തന്നെ നല്ല ജയങ്ങൾ നേടിയ ടീമുകൾ തമ്മിലാണ്. ഒരു ടീം തുർക്കിയെ ഓസ്ട്രേലിയ പരാജയപ്പെടുത്തുന്നു. അപ്പോൾ പരാഗ്വയെ അമേരിക്ക തീർത്തും നിഷ്പ്രഭരാക്കുന്ന പ്രകടനം കാണുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ മെക്സിക്കോ സൗത്ത് കൊറിയ മത്സരം പോലെ തന്നെ
വളരെ ശക്തമായ തുല്യ ശക്തികളുടെ അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ കളിക്കുന്ന, ഓസ്ട്രേലിയ കുറച്ചുകൂടെ ഡിഫെൻസീവാണ്, അമേരിക്ക കുറച്ചുകൂടെ അഗ്രസീവായി കളിക്കുന്ന ടീമാണ്. എങ്കിൽ പോലും ഏറെക്കുറെ സമാനമായ പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ, ഓരോ പൊസിഷനിലുള്ള താരങ്ങളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ഏറെക്കുറെ തുല്യതയുള്ള രണ്ട് ടീമുകളെന്ന് പറയണം. എന്നാൽ അവിടെ അഡ്വാൻറ്റേജ് അമേരിക്കയ്ക്കുണ്ട്, സ്വന്തം നാട്ടിൽ കളിക്കുന്നു. പിന്നീട് കഴിഞ്ഞ മത്സരത്തിലെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എഡ്ജ് ഓസ്ട്രേലിയക്ക് മേലെ അവർക്കുണ്ട്. പക്ഷേ നമ്മൾ തുർക്കിക്കെതിരെ കണ്ട ഓസ്ട്രേലിയ ഇത് എന്താ പറയുക, നമ്മൾ മുമ്പ് കണ്ട ഓസ്ട്രേലിയ അല്ല. കുറേ കൂടെ അവർ പക്വത വന്നിരിക്കുന്നു. ഇത്തരം വേദികളിൽ അവരെങ്ങനെ കളിക്കണമെന്ന് പഠിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്തരമൊരു തന്ത്രമായിരിക്കും ഇന്ന് അമേരിക്കയ്ക്കെതിരെ അവർ പ്രയോഗിക്കുക. ആ തന്ത്രത്തെ അമേരിക്കയ്ക്ക് അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതിജീവിക്കുകയാണെങ്കിൽ പ്രീ ക്വാർട്ടറിൽ കിടക്കുന്ന മറ്റൊരു ടീമായിട്ട് അമേരിക്കയ്ക്ക് മാറാൻ കഴിയും. അതുപോലെ മൊറോക്കോ, സ്കോട്ട്ലൻഡ് അടുത്ത മത്സരം. മൊറോക്കോ, അവിടെ നമ്മളിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മൊറോക്കോ എത്ര ഗോൾ നേടണം എന്നുള്ള ഒരു ആലോചനയായിരിക്കും അവർക്ക്. സ്വാഭാവികമായിട്ടും ബ്രസീലിന് ചെറിയൊരു പ്രശ്നമാണ്. എന്താണെന്ന് വെച്ചാൽ ഹെയ്ത്തിയെ കുറച്ച് നേരത്തെ കിട്ടി. ലാസ്റ്റ് ആണെങ്കിൽ മൂന്നാമത്തെ മത്സരമായിരുന്നെങ്കിൽ വലിയ കുഴപ്പമില്ല. ഈ ടീമുകളെല്ലാം ആ പ്രശ്നം നേരിടുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ഇനിയൊരു അട്ടിമറി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. സ്കോട്ട്ലൻഡിനാണ് അതിനൊരു സാധ്യതയുള്ളത്. പക്ഷേ മൊറോക്കോയും ബ്രസീലും സ്വാഭാവികമായിട്ടും സ്കോട്ട്ലൻഡിന് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് പറഞ്ഞതുപോലെ തന്നെ ഹെയ്ത്തിക്കെതിരെ ഒരു വലിയ വിജയം, വലിയ മാർജിൻ, ഗോൾ വഴങ്ങാതെ വലിയ മാർജിനിൽ വിജയിക്കാനുള്ള ശ്രമമായിരിക്കും ബ്രസീൽ നടത്തുക. പക്ഷേ ബ്രസീലിന് ഒരുപാട് തെളിയിക്കാനുണ്ട്. ആദ്യ മത്സരത്തിൽ അവർ മുഴുവൻ ആരാധകരെയും, ലോകത്തെ ഫുട്ബോൾ ആരാധകരെയും മുഴുവനും നിരാശപ്പെടുത്തിയിരുന്നു. ആ നിരാശയിൽ നിന്ന് പുറത്തു വരണം, അത് ചെറിയ കാര്യമല്ല. ആദ്യത്തെ മത്സരത്തിലെ പല താരങ്ങളും, കാസിമറയെ പോലുള്ളവർ, പക്കിറ്റയെ പോലുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തിയത് ശരിയായില്ല എന്നുള്ളൊരു അഭിപ്രായം വലിയ രീതിയിലുണ്ടായിരുന്നു. അവരെ മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് ബ്രസീലിന് കുറേ കൂടെ നന്നായിട്ട് കുഞ്ഞയൊക്കെ വന്നപ്പോഴാണ് അവരുടെ കളി മാറിയതെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആൻസലോട്ടി ഏത് ക്ലബ് ഫുട്ബോളിൽ എന്നും കളിക്കുമ്പോൾ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഫെയിമിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. അവരുടെ അപ്പോൾ അതുകൊണ്ടാണ് നെയ്മർ ഈ ടീമിൽ ഉൾപ്പെടുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും നെയ്മർക്ക് കളിക്കാൻ കഴിയില്ല. ഏകദേശം ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ നെയ്മർക്ക് ഒരു തരത്തിലും കളിക്കാൻ കഴിയില്ല എന്നാണ് കേൾക്കുന്നത്. ഒരു പകുതി ഫിറ്റായ അല്ലെങ്കിൽ ഒരു 75% ഫിറ്റായ നെയ്മറെ പോലും ബ്രസീൽ കളിപ്പിക്കാൻ സാധ്യതയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഫ്ലോപ്പ് ആയാൽ അത് ആൻസലോട്ടിക്കും ബ്രസീൽ ഫുട്ബോളിനും വലിയൊരു തിരിച്ചടിയാണ്. അപ്പോൾ ഒരു നല്ല ഫിറ്റായിരിക്കുന്ന, പൂർണ്ണ സജ്ജനായിരിക്കുന്ന ഒരു നെയ്മറെ മാത്രമായിരിക്കും കളിപ്പിക്കുക. ആ അർത്ഥത്തിൽ ഇന്ന് കളിപ്പിക്കാൻ സാധ്യതയില്ല. എങ്കിൽ പോലും വിനീഷ്യസ് ഉണ്ട്, റഫീഞ്ഞയുണ്ട്, എല്ലാ കുഞ്ഞുണ്ട്, താരങ്ങൾക്കൊരു കുറവുമില്ല. പക്ഷേ അത് തന്നെയായിരിക്കും ഹെയ്ത്തിക്കെതിരെ ആ നിര അല്ലെങ്കിൽ ബ്രസീൽ തങ്ങളുടെ പതിവ് ശൈലിയിലേക്ക് വരിക, അഗ്രസീവായിട്ട് കളിക്കുക, പരമാവധി ഗോൾ നേടുക. ഇതാണ് ബ്രസീലിൻ്റെ മത്സരം. മറ്റേത് രാത്രിയിലാണ്, 10:30 മണിക്കാണ്. വീണ്ടും നമുക്കൊരു അവസരമുണ്ട് അതിനെ അവലോകനം ചെയ്യാൻ. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഫുട്ബോൾ ആശംസിക്കുന്നു. എല്ലാ നല്ല കളികളും അവരവരുടെ ഇഷ്ടപ്പെട്ട ടീമുകൾ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.